നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. വെനിസ്വേലൻ പ്രസിഡന്റായിരുന്ന മഡുറോ ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭരണം ഏകാധിപത്യ ശൈലിയിലും. സാധാരണ കേരളത്തിലെ സഖാക്കൾ വെനിസ്വേലയെ ഉയർത്തിക്കാട്ടി പ്രചരണ പരിപാടികൾ നടത്താറില്ല. അവരുടെ പ്രസംഗങ്ങളിൽ ക്യൂബയെ പരാമർശിക്കുമ്പോഴും വെനിസ്വേലയെ അങ്ങ് ഒഴിവാക്കും. പിണറായി വിജയനും കൂട്ടർക്കുമൊക്കെ ചികിത്സ വേണമെങ്കിൽ അമേരിക്കയിൽ തന്നെ പോകണം. ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിലെ ആ ഇരുമ്പ് കസേരയൊക്കെ ഇപ്പോഴും നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ ഇതേ അമേരിക്കയെ പലപ്പോഴും വെല്ലുവിളിക്കുന്ന ശൈലി നമ്മുടെ സഖാക്കൾ കേരളത്തിൽ പുറത്തെടുക്കും. ഇപ്പോഴിതാ കേരളത്തിൽ ഡിവൈഎഫ്ഐ ഒരു പുതിയ സമരപരിപാടിക്ക് രൂപം നൽകിയിരിക്കുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇത്തരം സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ഡിവൈഎഫ്ഐയുടെ ലക്ഷ്യം. മുൻപ് സദ്ദാം ഹുസൈനെ വധിച്ച സംഭവത്തിൽ അമേരിക്കയ്ക്കെതിരെ അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ കേരളത്തിൽ സംഘടിപ്പിച്ചിരുന്നു ഡിവൈഎഫ്ഐ. അക്കാലത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുഖ്യ പ്രചരണ വിഷയവും സദ്ദാം ഹുസൈൻ തന്നെയായിരുന്നു. സദ്ദാം ഹുസൈൻ്റെ പടം കേരളത്തിലെ മുക്കിലും മൂലയിലുമൊക്കെ ഇടം പിടിച്ചു. സദ്ദാമിനെ അമേരിക്ക വകവരുത്തിയ രീതിയാണ് അന്ന് ഡിവൈഎഫ്ഐയും CPM-ഉം ഒക്കെ ചോദ്യം ചെയ്തത്. ഇപ്പോഴിതാ വെനിസ്വേലിയൻ പ്രസിഡന്റിനെയും ഭാര്യയെയും അമേരിക്ക തടവിലാക്കിയതിനെതിരെ അതിശക്തമായ പ്രതിഷേധ പ്രകടനമാണ് കേരളത്തിൽ ഡിവൈഎഫ്ഐ നടത്തുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ കടന്നുകയറ്റത്തിൽ ദുരിതമനുഭവിക്കുന്ന വെനിസ്വേലിയൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആലപ്പുഴയിൽ ഡിവൈഎഫ്ഐ നടത്തിയ പ്രകടനം. പ്രതിഷേധത്തിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കോലം പ്രവർത്തകർ കത്തിച്ചു. അമേരിക്കൻ സാമ്രാജ്യത്വം തുലയട്ടെ, പൊരുതുന്ന വെനിസ്വേലൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയായിരുന്നു പ്രകടനം. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് R രാഹുൽ, ജില്ലാ സെക്രട്ടറി ജെയിംസ് ശാമുവൽ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. വെനിസ്വേലയിൽ അമേരിക്ക നടത്തുന്ന കടന്നുകയറ്റത്തിനെതിരെ അതിശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. സാമ്രാജ്യത്വ ശക്തികൾ ഒരു പരമാധികാര രാഷ്ട്രത്തിന് മേൽ നടത്തുന്ന ഇത്തരം അധിനിവേശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട്. വെനിസ്വേലിയൻ രാജ്യത്ത് സംഘർഷം നേരിടുന്ന സാധാരണ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടത് ജനാധിപത്യ വിശ്വാസികളുടെ കടമയാണ് എന്ന് ഡിവൈഎഫ്ഐ പറയുന്നു. ഈ പ്രകടനമല്ലാതെ അമേരിക്കയെ മുട്ടുകുത്തിക്കാൻ എങ്ങനെ ഡിവൈഎഫ്ഐക്ക് കഴിയും? ട്രംപിന്റെ കോലം കത്തിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ ഉയർത്തിയ മുദ്രാവാക്യത്തിൽ ട്രംപിനെ വെറുതെ വിടില്ല തുടങ്ങിയ പ്രയോഗങ്ങൾ കേട്ടു. ആക്രമണത്തിന് പകരം ചോദിക്കുമെന്ന സ്ഥിരം മുദ്രാവാക്യവും പ്രവർത്തകർ ഉയർത്തി. ഡിവൈഎഫ്ഐ എങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പകരം ചോദിക്കും? അതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയൊന്നുമില്ല. എങ്കിലും കേരളത്തിൽ നടക്കുന്ന ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ കാണുമ്പോൾ ചിരി വരും, അത്രമാത്രം. വെനിസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും തടവിലാക്കിയ സംഭവത്തിൽ ഇതുവരെ ചൈന പോലും വളരെ പരുഷമായി പ്രതികരിച്ചിട്ടില്ല. ചൈനയുടെ പ്രത്യേക പ്രതിനിധിയുമായി മഡുറോ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കൻ ഓപ്പറേഷൻ. വെനിസ്വേലയിലെത്തിയ ചൈനയുടെ പ്രതിനിധി ഷിയാവോ ചിയുമായി കൂടിക്കാഴ്ച നടത്തിയ മഡുറോ അതിൻ്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ പ്രത്യേക പ്രതിനിധിയുമായി താൻ കൂടിക്കാഴ്ച നടത്തിയെന്നും വികസനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ബഹുദ്രുവ ലോകം കെട്ടിപ്പടുക്കുന്നതിനായി വിവിധ മേഖലകളിൽ മുന്നേറുകയും ശക്തിപ്പെടുകയും ചെയ്യുന്ന തന്ത്രപരമായ ബന്ധം ഊട്ടിയുറപ്പിച്ചു എന്നുമാണ് മഡുറോ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. ചൈനയും വെനിസ്വേലയും ഒറ്റക്കെട്ടാണ് എന്നും മഡുറോ തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ കുറിച്ചിരുന്നു. ചിത്രങ്ങൾ പങ്കുവച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നിക്കോളാസ് മഡുറോയെയും ഭാര്യ സില ഫോഴ്സിനെയും US പിടികൂടി. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഇപ്പോൾ വിറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കെതിരെ അവർ പോലും പ്രതികരിക്കുന്നില്ല. വെനിസ്വേലയ്ക്ക് പിന്നാലെ മെക്സിക്കോ, ക്യൂബ, കൊളംബിയ എന്നീ രാജ്യങ്ങൾക്കും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. മയക്കുമരുന്ന് നിർമ്മാണവും കടത്തും തടഞ്ഞില്ലെങ്കിൽ ഈ രാജ്യങ്ങൾ സമാനമായ നടപടി നേരിടുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. വെനിസ്വേല തൽക്കാലം അമേരിക്ക ഭരിക്കും. അവിടെ കാര്യങ്ങൾ എങ്ങനെ ജനാധിപത്യപരമായി പരിഹരിക്കുമെന്ന് അമേരിക്ക പരിശോധിച്ചു വരികയാണ്. വെനിസ്വേലയിലെ എണ്ണ സമ്പത്തും അമേരിക്ക തന്നെ കൈകാര്യം ചെയ്യുമെന്നാണ് ട്രംപിന്റെ നിലപാട്. ചുരുക്കത്തിൽ ട്രംപിന്റെ നിലപാടിനെതിരെ ലോകരാജ്യങ്ങൾ പോലും ഇപ്പോൾ അനങ്ങാതെ നിൽക്കുന്നു. എന്നാൽ മഡുറോയുടെ വീഴ്ചയിൽ ഇപ്പോൾ വെനിസ്വേലയിൽ വലിയ ആഘോഷം നടക്കുകയാണ്. അമേരിക്കയ്ക്ക് ഭീഷണി ഉയർത്തുന്ന പ്രശ്നക്കാരായ അയൽക്കാർ ഇത് വിശേഷിപ്പിച്ചുകൊണ്ട് അയൽ രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് കനത്ത സമ്മർദ്ദമാണ് ഇപ്പോൾ ചെലുത്തുന്നത്.
പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ക്യൂബയെന്ന് ട്രംപ് ഓർമ്മപ്പെടുത്തി. മെക്സിക്കോയിലെ ഭരണം നിയന്ത്രിക്കുന്നത് മയക്കുമരുന്ന് മാഫിയകളാണ് എന്നും ട്രംപ് ആരോപണം ഉന്നയിച്ചു. മെക്സിക്കോയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും, അതിനുശേഷം ക്യൂബയിലും. കൊളംബിയയിൽ 3 പ്രധാന കൊക്കെയ്ൻ ഫാക്ടറികളുണ്ട് എന്ന് ട്രംപ് ആരോപിക്കുന്നു. പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ മയക്കുമരുന്ന് നിർമ്മാണത്തിൽ പങ്കാളിയാണ് എന്നും ട്രംപിന്റെ ആരോപണം. നേരത്തെ വെനസ്വേലിയൻ ഭരണകൂടത്തിനുമേൽ ചുമത്തിയ അതേ ആരോപണങ്ങളാണ് ഇപ്പോൾ മെക്സിക്കോയ്ക്കുമേലും അമേരിക്ക ചുമത്തുന്നത്. വെനസ്വേലയിൽ സ്വീകരിച്ച നടപടി മെക്സിക്കോ, ക്യൂബ, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളോടും ആവർത്തിക്കുമെന്ന സൂചനയാണ് ട്രംപിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. വെനസ്വേല വലിയ അനിശ്ചിതത്വത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെ കാരക്കാസിലെ ഫോർട്ട് യൂന സൈനിക സമുച്ചയത്തിലുള്ള പ്രസിഡന്റിന്റെ വസതിയിൽ US സൈന്യത്തിന്റെ എലൈറ്റ് ഡെൽറ്റ ഫോഴ്സ്, FBI, CIA എന്നിവർ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് വെനസ്വേലിയൻ പ്രസിഡന്റ് മഡുറോ പിടിയിലായത്. ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നടപടിയുടെ ഭാഗമായി കാരക്കാസിലെ വിവിധ ഇടങ്ങളിൽ അമേരിക്ക ബോംബാക്രമണവും നടത്തിയിരുന്നു. രാജ്യത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിന് ശേഷമാണ് അമേരിക്ക മഡുറോയെയും ഭാര്യയും തടങ്കലിലാക്കിയത്. മയക്കുമരുന്ന് കടത്ത് ശൃംഖലയ്ക്ക് നേതൃത്വം നൽകി അമേരിക്കൻ ജനതയെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് മഡുറോയ്ക്കെതിരായ കുറ്റം. മഡുറോയ്ക്കും ഭാര്യയ്ക്കും മേൽ ചുമത്തിയിരിക്കുന്നത് നാർക്കോ ടെററിസം കുറ്റമാണ്. ടൺ കണക്കിന് കൊക്കെയ്നും ഫെന്റനൈലും അമേരിക്കയിലേക്ക് കടത്താൻ മഡുറോ ഗൂഢാലോചന നടത്തി എന്ന കുറ്റമാണ് മഡുറോയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച മഡുറോയെ മാൻഹട്ടൻ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കും. US പിടികൂടിയ വെനസ്വേലിയൻ പ്രസിഡന്റ് മഡുറോയെയും ഭാര്യ സീലിയ ഫ്ലോറസിനെയും ന്യൂയോർക്കിൽ എത്തിച്ചിരുന്നു. ഹെലികോപ്റ്ററിൽ പിന്നീട് മാൻഹട്ടനിലേക്ക് കൊണ്ടുപോയി. അമേരിക്കൻ കമാൻഡോ വിഭാഗമായ ഡെൽറ്റ ഫോഴ്സാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. വിമാനവാഹിനി കപ്പലുകളും 11 യുദ്ധക്കപ്പലുകളും 1 ഡസൻ F-35 വിമാനങ്ങളും അടക്കം വൻ സന്നാഹമാണ് വെനസ്വേലിയൻ ദൗത്യത്തിനായി പുറപ്പെട്ടത്. ആകെ 15,000-ഓളം സൈനികർ, F-35, F-22 യുദ്ധവിമാനങ്ങൾ, B-1 ബോംബറുകൾ എന്നിങ്ങനെ 150 വിമാനങ്ങൾ. 20 താവളങ്ങളിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക് ഈ വിമാനങ്ങൾ കുതിച്ചു. സാധ്യതകളൊക്കെ പൂർണ്ണമായി വിലയിരുത്തി. ഓരോ സന്ദർഭത്തിനും വേണ്ട വിധം വിമാനങ്ങൾ ഓരോന്നും ഒരുങ്ങിയിരുന്നു. മഡുറോയുടെ വസതി ഡെൽറ്റ ഫോഴ്സ് വളഞ്ഞപ്പോൾ ആദ്യം വെടിവയ്പുണ്ടായി. US ഹെലികോപ്റ്ററുകളിൽ ഒന്നിന് നേരിയ കേടുപാട് പറ്റി. പക്ഷേ തുടർന്നും ആ ഹെലികോപ്റ്റർ പറന്നു. മഡുറോയുടെ വസതിയുടെ മുന്നിലേക്ക് US കമാൻഡോകൾ പറന്നിറങ്ങി. നിക്കോളാസ് മഡുറോയുടെ കാരക്കേസിലെ വസതി US സൈന്യം വളയുമ്പോൾ അയാൾ സുരക്ഷിതമായ മറ്റൊരു മുറിയിലേക്ക് മാറാനുള്ള ശ്രമമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. മഡുറോ ആ സുരക്ഷിത മുറിയുടെ വാതിൽ പടിയിൽ വരെ എത്തി. പക്ഷെ വാതിലടയ്ക്കാൻ കഴിയും മുൻപ് തന്നെ സൈന്യം വളഞ്ഞു. സേഫ് റൂമിന്റെ 6 ഇഞ്ച് കനമുള്ള സ്റ്റീൽ വാതിലടയ്ക്കാൻ പക്ഷെ മഡുറോയ്ക്ക് കഴിഞ്ഞില്ല. ആഴ്ചകൾ നീണ്ട സൂക്ഷ്മമായ ആസൂത്രണത്തിനൊടുവിലാണ് കാലാവസ്ഥ അനുയോജ്യമായ ദിവസം തിരഞ്ഞെടുത്ത് ആക്രമണം നടത്തിയത് US സേന. വെനസ്വേലിയൻ തലസ്ഥാനമായ കാരക്കാസിലെ ഒരു സൈനിക താവളത്തിലെ ബങ്കറിൽ മഡുറോ കടുത്ത കാവലിലായിരുന്നു. എങ്കിലും അമേരിക്കൻ കടന്നുകയറ്റം തടയാൻ അവർക്ക് കഴിഞ്ഞില്ല. സുരക്ഷിതമായ ഇടം എന്ന് വെനസ്വേല വിശേഷിപ്പിച്ചിരുന്ന ഒരിടം ചുറ്റും ഉറപ്പുള്ള ഇരുമ്പ് വേലികൾ കൊണ്ട് മൂടപ്പെട്ടിരുന്നു. സേഫ് റൂമിനരികിൽ വരെ മഡുറോ എത്തി. അതിന് തൊട്ടുമുൻപിൽ വലിയ കട്ടിയുള്ള വാതിൽ, വളരെ ഭാരമുള്ള വാതിലായിരുന്നു അടയ്ക്കേണ്ടിയിരുന്നത്. പക്ഷെ അയാൾക്ക് ആ വാതിലിനടുത്തെത്താൻ കഴിഞ്ഞില്ല. ഏതെങ്കിലും വിധത്തിൽ മഡുറോ സ്വയം അകത്ത് കടന്നാൽ സ്റ്റീൽ വാതിൽ മുറിക്കാൻ ബ്ലോ ടോർച്ചറുകൾ സജ്ജീകരിച്ചിരുന്നു US സേന. അതിവിദഗ്ധമായി മഡുറോയെ ഭാര്യയും പിടികൂടി പിന്നീട് ഗോൺഠിനാമോ ദ്വീപിലെത്തിച്ചു. അതിനുശേഷമാണ് ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ടത്. മഡുറോയെ US സൈന്യം പിടികൂടുന്നത് താനൊരു ടെലിവിഷൻ ഷോ പോലെ സൈനിക ജനറൽമാർക്കൊപ്പമിരുന്ന് കണ്ടുവെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇങ്ങനെയൊരു നീക്കം ലോകത്ത് മറ്റൊരു രാജ്യത്തിനും ചെയ്യാൻ കഴിയില്ല എന്ന അവകാശവാദവും ട്രംപ് ഉയർത്തുന്നു. വെനസ്വേലയിൽ നിന്ന് പിടികൂടിയ മഡുറോയെയും ഭാര്യയെയും USS ഐവോ ജിമ എന്ന യുദ്ധക്കപ്പലിലാണ് ന്യൂയോർക്കിലേക്ക് എത്തിച്ചത്. ഹെലികോപ്റ്ററിൽ അവരെ വെനസ്വേലയിൽ നിന്ന് പുറത്തെത്തിച്ചു. ഐക്യരാഷ്ട്രസഭ അമേരിക്കൻ ആക്രമണത്തെ അപലപിച്ചു. കേവലം അപലപിക്കുകയല്ലാതെ റഷ്യയും ചൈനയും പോലും അമേരിക്കയ്ക്കെതിരെ ഇപ്പോൾ മുരടനക്കുന്നില്ല. അമേരിക്കൻ ആക്രമണത്തിന് മുന്നിൽ തരിച്ചു നിൽക്കുകയാണ് ലോകം. ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്തുള്ള വെനസ്വേല എന്ന രാജ്യത്തെ ഇതുപോലെ കുത്തുപാളയെടുപ്പിച്ചത് മഡുറോയുടെ ഭരണമായിരുന്നുവെന്ന് അവിടുത്തെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ മഡുറോയുടെ വീഴ്ചയിൽ അവർ ആഹ്ലാദിക്കുകയാണ്. മഡുറോയുടെ വീഴ്ചയിൽ വെനസ്വേലിയൻ ജനങ്ങൾ ആഹ്ലാദിക്കുമ്പോഴാണ് ഇങ്ങ് കേരളത്തിൽ DYFI പോലുള്ള പ്രസ്ഥാനങ്ങൾ അമേരിക്കയ്ക്കെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്.
അതാണ് ഇതിൻ്റെ വിചിത്രമായ വശം. മഡുറോ സർക്കാരിനെ സ്വേച്ഛാധിപത്യപരവും അഴിമതി നിറഞ്ഞതുമായി അമേരിക്ക കാണുന്നു. അധികാര കൈമാറ്റം നടക്കുന്നതുവരെ വെനിസ്വേലയുടെ ഭരണം US നിയന്ത്രിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. ഇനി ആവശ്യമെങ്കിൽ വെനിസ്വേലയെ വീണ്ടും ആക്രമിക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തുന്നു. മഡുറോയും ഭാര്യയും US വിചാരണ നേരിടണമെന്നാണ് ട്രംപ് പറയുന്നത്. ലഹരി കടത്തിനാണ് ഇവർ വിചാരണ നേരിടേണ്ടി വരിക. പുറത്തുപോകാൻ മഡുറോ വിസമ്മതിച്ചതുകൊണ്ടാണ് US സൈനിക നടപടി വേണ്ടിവന്നത് എന്ന് വെനിസ്വേലിയൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊരീന മച്ചാഡോ. വെനിസ്വേലയിലെ US ഓപ്പറേഷനെ ന്യായീകരിച്ച് ഇസ്രയേൽ നടപടിയെ ഇസ്രയേൽ സ്വാഗതം ചെയ്തു. ന്യൂയോർക്ക് കോടതിയിൽ ലഹരിക്കടത്ത് കേസ് ഉള്ളതുകൊണ്ട് മഡുറോയെ US വിചാരണ ചെയ്യുമെന്നാണ് ട്രംപ് പറയുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനിസ്വേലയിൽ അമേരിക്കൻ നടത്തിയ ആക്രമണത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് DYFI പ്രതികരിക്കുമ്പോൾ ഇതിനൊക്കെ നമ്മൾ എങ്ങനെ മറുപടി പറയും? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.